പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഈ ലോകകപ്പിന്റെ ഈ ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ കളി പറയാനോ കളിയെക്കുറിച്ച് പറയാനോ അല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ മീഡിയ വണ്ണും ഒപ്പം തന്നെ നന്ദിലത്ത് ജിമാർട്ടും സംയുക്തമായി സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ ബമ്പർ സമ്മാന ജേതാവിനെ ഉൾപ്പെടെ വിജയികളെ പ്രഖ്യാപിക്കാനാണ്. ബമ്പർ സമ്മാന ജേതാവിനെ കാത്തിരിക്കുന്നത് ടാറ്റ പഞ്ച് കാറാണ്. ഒപ്പം ക്വാർട്ടർ ഫൈനൽ മത്സരം തൊട്ടുള്ള വിജയികളെയും നമ്മളിന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്പോർട്സ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ പ്ലേ സ്പോർട്ടാണ് ഞങ്ങളുടെ ആ മത്സരത്തിൻ്റെ പ്രവചന മത്സരത്തിൻ്റെ ടെക്നിക്കൽ പാർട്ട്ണറായി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 100,000-ഓളം വരുന്ന ആളുകൾ ഈ മത്സരത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഈ മത്സരത്തിൽ മാറ്റിവെച്ചാണ് ഇന്ന് നമ്മൾ ബമ്പർ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇന്ന് ഈ വേദിയിൽ നമുക്കൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ സംവിധായകൻ സക്കരിയ, ഒപ്പം തന്നെ മീഡിയ വൺ ഔട്ട്പുട്ട് എഡിറ്റർ മുഹമ്മദ് നൗഫൽ, ഒപ്പം ശ്രീ സജീവ് ആർ, മീഡിയ വൺ മീഡിയ സൊല്യൂഷൻസിൻ്റെ റീജിയണൽ മാനേജർ കൂടിയാണ്. അപ്പോൾ നൗഫൽക, നമ്മൾ ഇത്രയും ദിവസം കളി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കാര്യത്തിൽ കടക്കാൻ തോന്നുന്നു. കാരണം ആളുകളൊക്കെ വിജയി ആരാണെന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കാറാണ് ഒന്നാം സമ്മാനം, താഴെ നല്ല നല്ല സമ്മാനങ്ങളുണ്ട്. നന്ദിലത്തിന് വലിയൊരു പ്രോത്സാഹനം, നല്ല പിന്തുണ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കത് പറ്റി എന്നുള്ളതാണ്. ഫുട്ബോളിനെ കുറിച്ചൊന്നും ഇനി ഞാനൊന്നും പറയേണ്ട, ആളുകൾ കണ്ടു. പക്ഷേ സക്കരയ്ക്ക് 1-2 വാക്ക് പറയേണ്ടി വരും. എങ്ങനെയുണ്ടായിരുന്നു ഈ ലോകകപ്പ് കാലം? എങ്ങനെയുണ്ടായിരുന്നു ഈ ലോക പിന്നെ മനോഹരമായ കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് രാത്രികളിൽ പ്രത്യേകിച്ച് കളി കാണാനൊക്കെ പറ്റി. എൽ ക്ലാസിക്കോ അതെ. വരാനായോ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഒരു ഷെഡ്യൂളും കൂടെ ബാക്കിയുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും. അപ്പോൾ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ 3 ദിവസമായാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടന്നത്. ഓരോ ദിവസത്തെയും വിജയികളെയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. 26-ാം തീയതി നടന്ന 26-ാം തീയതി അല്ല, ആദ്യ ദിനം നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ പ്രവചന വിജയി ആരാണ്? പറഞ്ഞോളൂ. സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുകയാണ്. മുഹമ്മദ് അഷ്റഫ് MT, അരീക്കോട്, മലപ്പുറം അരീക്കോട്. മുഹമ്മദ് അഷ്റഫ് MT, കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് അഷ്റഫിനെ കാത്തിരിക്കുന്നത് LED TV ആണ് അല്ലേ? LED TV ആണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷം. ഓക്കെ, അടുത്ത രണ്ടാം ദിനത്തിലെ രണ്ടാം ദിനത്തിലെ വിജയെ പ്രഖ്യാപിക്കാം. രണ്ടാം ദിനത്തിൽ കോഴിക്കോട് സ്വദേശിയായ വിഷ്ണുരാജ്, കോഴിക്കോട് സ്വദേശി വിഷ്ണുരാജാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരം കൃത്യമായി അദ്ദേഹം മാധവം കോട്ടാലിപ്പറമ്പ്, കോഴിക്കോട്. താങ്ക് യു. ഒപ്പം കൺഗ്രാറ്റുലേഷൻസ് വിഷ്ണു. ഒരു LED TV അദ്ദേഹത്തിനും. മൂന്നാം ദിനത്തിലെ, അതായത് അവസാന ദിനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ കൃത്യമായി പ്രവചിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ ഒരാൾ, അടുത്ത ആള് കോഴിക്കോട് ഓമശ്ശേരിയിലെ ഹാഷിം. കോഴിക്കോട് നിന്ന് തന്നെയാണ്. കോഴിക്കോട് ഓമശ്ശേരിയിൽ നിന്ന് ഹാഷിം. പള്ളിക്കണ്ടി വീട്, അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് പള്ളിക്കണ്ടി, ഓമശ്ശേരി, കോഴിക്കോട്. കൺഗ്രാറ്റുലേഷൻസ് ഹാഷിം.